പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും അനുഗ്രഹീതമായൊരു ഹോളി വീക്കും ഈസ്റ്റർ ശുശ്രൂഷയൊക്കെ കാണാനും പങ്കുകൊള്ളാനും ഒക്കെ കഴിഞ്ഞു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഈസ്റ്ററിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പെരുന്നാളിന്റെ നന്മകൾ നേരുകയും ചെയ്യുന്നു. നമ്മള് ക്ലാസ്സിലേക്ക് പോകുമല്ലേ അല്ലേ? അപ്പോ നമ്മള് പറഞ്ഞു നിൽക്കുന്നത് 6-ാം അധ്യായത്തിന്റെ തുടക്കത്തിലാണ്. 5-ാം അധ്യായത്തിന്റെ സെക്കൻഡ് ഹാഫ് ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. അതിനകത്ത് റിക്കൺസിലിയേഷൻ എന്ന് പറയുന്ന തീം, കർത്താവിന്റെ കുരിശുമരണവും ഒക്കെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ക്രിസ്തു മരിച്ചിരിക്കെ അവനിൽ നമ്മൾ പുതിയ ജീവനിലാണെന്നും ക്രിസ്തുവിന്റെ മരണത്തിലൂടെ ദൈവം ലോകത്തെ ദൈവത്തോട് നിരപ്പാക്കി. ആ നിരപ്പിന്റെ ശുശ്രൂഷയാണ് നമ്മൾ നിർവഹിക്കേണ്ടതെന്നും ആ നിരപ്പിന്റെ വചനമാണ് സുവിശേഷം അല്ലെങ്കിൽ ഗോസ്പൽ എന്ന് പറയുന്നത് നിരപ്പിന്റെ വചനമാണ് എന്ന് പറഞ്ഞിട്ടാണ് 5 ക്ലോസ് ചെയ്യുന്നത്. എന്നിട്ട് 6-ന്റെ തുടക്കത്തില് പൗലോസ്ലീഹ പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞു യെശയ്യാപ്രവാചകനിൽ നിന്നൊരു കോട്ട് എടുത്തിട്ടാണ് പറയുന്നത്, ഇതാണ് പ്രസാദകാലം, ഇതാണ് രക്ഷാ ദിവസം എന്ന്. അതായത് പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നുള്ള കോട്ട് സഫറിംഗ് സെർവന്റിന്റെ ഗാനത്തിൽ നിന്നുള്ളതാണ്. അത് എടുത്തിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഈ പറയുന്ന പ്രസാദകാലവും രക്ഷാ ദിവസവും ക്രിസ്തുവിന്റെ കുരിശിലാണ് അത് സ്ഥാപിതമായത്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ കൃപ വൃഥാവാക്കരുത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടിയ കൃപ വൃഥാവാക്കരുത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് റിക്കൺസിൽ ചെയ്യാനുള്ള സമയം, അത് നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അല്ലെങ്കിൽ ആ സമയം വെറുതെ കളയരുത് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സോട്ടേഷനിലേക്ക് വരികയാണ്. 5-ന്റെ സെക്കൻഡ് ഹാഫില് റിക്കൺസിലിയേഷന്റെ തിയോളജിയാണ് പറഞ്ഞതെങ്കിൽ ചാപ്റ്റർ 6-നകത്ത് എന്തുകൊണ്ട് റിക്കൺസിലിയേഷൻ ചെയ്യണം എന്ന അതിന്റെ ഒരു ഉപദേശ രൂപത്തിലേക്ക് മാറുകയാണ്, എക്സോട്ടേഷൻ ആയിട്ട് മാറുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ പൗലോസ്ലീഹയുടെ എല്ലാ ലേഖനങ്ങളും വായിച്ചാലും അതിന്റെ ഒരു പൊതുവായ സ്ട്രക്ചർ നമ്മൾ സെക്കൻഡ് കൊരിന്ത്യർ പഠിച്ചപ്പോൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു, അതിന്റെ ഒരു പൊതുവായ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ലെറ്ററിന്റെ ഇൻട്രൊഡക്ഷനും കോണ്ടെക്സ്റ്റും പ്രാർത്ഥനയും എല്ലാം പറഞ്ഞതിന് ശേഷം ബോഡി ഓഫ് ലെറ്ററിലേക്ക് കയറുമ്പോൾ അവിടെയായിരിക്കും തിയോളജിക്കൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നത്. ലെറ്റർ അവസാനിക്കാറാകുന്ന 1-2 ചാപ്റ്റർ ഈ എക്സോട്ടേഷൻസ് ആയിരിക്കും, ഉപദേശങ്ങളായിരിക്കും. അതുവരെ പറഞ്ഞു വന്ന തിയോളജിയുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളത്. അതേപോലെ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ ഈ 6-ാം അധ്യായത്തിലേക്ക് കടക്കുന്നത്. 5-ാം അധ്യായം വരെ, പ്രത്യേകിച്ച് 2-ന്റെ അവസാനം മുതൽ 2:14 മുതൽ 5-ാം അധ്യായം തീരുന്നത് വരെ വളരെ തിയോളജിക്കലായിട്ട് ഇച്ചിരി ഗഹനമായിട്ടും ആഴമായിട്ടുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 6-ാം അധ്യായം വരുമ്പോൾ അല്പം കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ടോണിലേക്ക് മാറുകയാണ്. അത് അങ്ങനെ റിക്കൺസിലിയേഷൻ നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ തന്നെ നൗ എന്ന് പറയുന്നത് വളരെ എംഫസൈസ് ചെയ്തിട്ടാണ് അവിടെ ഇപ്പോഴാണ് രക്ഷാകാലം അല്ലെങ്കിൽ സുപ്രസാദകാലം, രക്ഷാ ദിവസം. അതുകൊണ്ട് ഇനി റിക്കൺസിലിയേഷൻ നടത്തേണ്ടത് ഇപ്പോഴാണ്.
നാളത്തേക്ക് മാറ്റിവെക്കേണ്ടത് എന്ന് മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ കൃപ നിങ്ങൾ നശിപ്പിച്ച് കളയുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അതാണ് 6:2-3 വരുന്നത്. എന്നിട്ട് 4-നകത്ത് പൗലോസ്ലീഹ നേരത്തെയൊക്കെ പറയുന്നത് പോലെ അല്പം കൂടെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ട് മാറുന്നുണ്ട്. അതായത് തന്റെ മിനിസ്ട്രിയെ പറ്റിയുള്ള തന്റെ കാഴ്ചപ്പാടിലേക്ക് പിന്നെ വരികയാണ്. അവന് ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാണ്ടിരിക്കാൻ ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകരായി കാണിക്കുന്നു. ഒരു ഒരു എന്താ പറയുന്നത്, ഒരിക്കൽ കൂടെ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആത്മാർത്ഥതയോടെ ഈ ക്രിസ്തുവിന്റെ സുവിശേഷം വഹിക്കുന്ന മിനിസ്ട്രി നിർവഹിക്കുന്നത് എന്ന് പറയുകയാണ്. അത് പറഞ്ഞതിന് ശേഷം നമ്മളൊരു നീണ്ട ലിസ്റ്റ് അവിടെ കാണും. ഈ ചാപ്റ്റർ 6-ന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പൗലോസ്ലീഹയുടെ ലെറ്ററുകളിലെ സ്ട്രക്ചറൽ ബ്യൂട്ടി ഒരു ഉദാഹരണമാണ് ഈ അധ്യായം 6, 2 കൊരിന്ത്യർ 6-ാം അധ്യായം. നമ്മൾ മലയാളം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റാണ്. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി. 18 കാര്യങ്ങളുണ്ട് അവിടെ. എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ടും മാനാപമാനങ്ങളും ദുഷ്സൽകീർത്തികളും അനുഭവിച്ചും എന്ന് പറഞ്ഞിട്ട് ചതിയന്മാരെന്നിട്ട് സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരിലെങ്കിലും പലരെയും സമ്പന്നരാക്കുക, ഒന്നുമില്ലാത്തവർ എങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. 6:5 തുടങ്ങിയിട്ട് 6:4 പകുതിയിൽ തുടങ്ങിയിട്ട് 6:10 വരെ ഉള്ള ഒരു നീണ്ട ഒരു ലിസ്റ്റ്. ആ ലിസ്റ്റിനെ നമ്മൾ അതിനെ സ്ട്രക്ചറലായിട്ട് അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൗലോസ്ലീഹ തന്റെ ഈ സുവിശേഷത്തിന് വേണ്ടി നേരിടുന്ന കഷ്ടപ്പാടുകളെ പറ്റി അതൊരു പട്ടികയായിട്ട് നിരത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അതിനെ ഒന്ന് സ്ട്രക്ചറലായിട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിലോട്ട് ഇംഗ്ലീഷ് നോക്കിയാലും മനസ്സിലാകും. അതൊരു ആദ്യം ഒരു ബഹുസഹിഷ്ണുത എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ബഹുസഹിഷ്ണുത അല്ലെങ്കിൽ ഗ്രേറ്റ് എൻഡുറൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നമുക്കറിയാം സഹിഷ്ണുത എന്ന് പറയുന്നത് ഏത് സാഹചര്യവും നേരിടാനുള്ള ഒരു കഴിവാണ്. അതാണ് അടിസ്ഥാനപരമായി കഷ്ടപ്പാടുകൾ നേരിടാൻ ഒരാൾക്ക് വേണ്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഗ്രേറ്റ് എൻഡുറൻസ് എന്ന് പറയുന്നത്, ബഹുസഹിഷ്ണുത എന്ന് പറയുന്നത് ആ ഫുൾ ലിസ്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ബഹുസഹിഷ്ണുത എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിയാല് 3 വീതമുള്ള 3 തരത്തിലുള്ള കഷ്ടപ്പാടുകളെ പറ്റി അവിടെ പറയുന്നത്. അതായത് അഫ്ലിക്ഷൻസ്, ട്രബിൾസ്, കലാമിറ്റീസ്. കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം. അടുത്ത 3 എന്ന് പറയുന്നത് തല്ല്, തടവ്, കലഹം. അടുത്ത 3 എന്ന് പറയുന്നത് അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി. അന്നേരം 3 വീതമുള്ള 3 തരത്തിലുള്ള കഷ്ടതകളെ പറ്റിയാ പറയുന്നത്. അതിനെ ഓരോന്നിനെ നോക്കിയാൽ അഫ്ലിക്ഷൻസ്, ട്രബിൾസ്, കലാമിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ അഫ്ലിക്ഷൻസ് എന്നുള്ള വാക്ക് അതായത് മലയാളത്തിൽ കഷ്ടം സഹിക്കുക എന്നുള്ളത് ഈ ഒരു ലേഖനത്തിൽ എപ്പോഴും വരുന്ന ഒരു പ്രയോഗമാണ്. ഗ്രീക്കിൽ അത് ത്ലിപ്സിസ് എന്ന വാക്ക് ഈ ലേഖനത്തിൽ എപ്പോഴും വരുന്ന ഒരു അഫ്ലിക്ഷൻസ്, ട്രബിൾസ്, പ്രയാസങ്ങൾ. അതുപോലെ 3-മത്തത് കലാമിറ്റീസ്. അത് കലാമിറ്റീസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്ട്രെസ്ഫുൾ സർക്കംസ്റ്റാൻസസ് എന്നുള്ളതാണ്. കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുന്നതിനെയാണ് കലാമിറ്റീസ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റേത് കഷ്ടം, ബുദ്ധിമുട്ട് എന്നുള്ളതിന് അവിടെ ഗ്രീക്ക് വാക്ക് അനാങ്കെ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ഡിസ്ട്രസ് ഓർ ട്രബിൾ എന്നുള്ളതാണ്. അന്നേരം ആ മൂന്നെണ്ണം കൂടെ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഇത്
ഒരാള് ഒരാള് അല്ല, ഈ മൂന്ന് കഷ്ടതകളെ പറ്റി പറയുന്ന മൂന്ന് വാക്കുകൾക്ക് ഒരു പൊതുവെ ഒരു സ്വഭാവമുണ്ട്. അതായത് പുറമേ നിന്ന് വരുന്ന ആ, കഷ്ടപ്പാടുകൾ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ മാനസികമായ കഷ്ടപ്പാടുകൾ എന്ന അർത്ഥത്തിൽ, ട്രബിൾസ്, അഫ്ലിക്ഷൻസ് ആയാലും ട്രബിൾ ആയാലും കലാമിറ്റീസ് ആയാലും. സെക്കൻഡ് ആയിട്ട് പറയുന്ന മൂന്ന് കൂട്ടം എന്ന് പറയുന്നത് തല്ല്, തടവ്, കലഹം. അത് വേറെ ഒരാള് പൗലോസിന് കൊടുക്കാവുന്ന കഷ്ടപ്പാടുകളാണ്. സുവിശേഷത്തിന് വേണ്ടി തല്ല്, അല്ലെങ്കിൽ ബീറ്റിങ്സ്, അതുപോലെ തടവ്, ഇംപ്രിസൺമെന്റ്, അതുപോലെ പിന്നെന്തുവാ, കലഹം. കലഹം എന്ന് പറഞ്ഞാൽ റയറ്റ്. അത് മൂന്നും അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് കാണാൻ പറ്റും. പൗലോസ്ലീഹ ഈ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് പലപ്പോഴും തടവിലാവുന്നുണ്ട്. പൗലോസ്ലീഹയുടെ ഉപദേശങ്ങളെ പ്രതി അവിടെ യഹൂദന്മാരുടെ കമ്മ്യൂണിറ്റിയിലും അതിന് പുറത്തുമൊക്കെ ഈ ലഹളം ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും 16-ല് 17-ല് 18-ല് 19-ല് എല്ലാം ഇത് കാണുന്നുണ്ട്. പൗലോസ്ലീഹായെ പ്രതി ജനങ്ങൾ ബഹളം വെക്കുന്നതായിട്ടും അവനെ അടിച്ചിട്ട് വിട്ടയപ്പിക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അന്നേരം ആദ്യത്തത് മാനസികമായ പ്രയാസങ്ങളാണ്. അഫ്ലിക്ഷൻസ്, കലാമിറ്റീസ്, ട്രബിൾസ് എന്നൊക്കെ പറയുന്നത് പൗലോസിന് വരുന്ന മാനസികമായ പ്രയാസങ്ങളാണ്. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്ന അടിയും കലഹവും തടവും ഒക്കെ മറ്റുള്ളവര് പൗലോസിന് കൊടുക്കുന്ന കഷ്ടതകളാണ്. ഇനി മൂന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് മലയാളത്തില് അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, ലേബേഴ്സ്, സ്ലീപ്ലെസ് നൈറ്റ്സ് ആൻഡ് ഗോയിങ് ഹംഗ്രി. അത് മൂന്നാമത്തെ സെറ്റാണ്. അത് സൂചിപ്പിക്കുന്നത് ഈ സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി പൗലോസ് എടുക്കുന്ന ഒരു സ്ട്രെയിന്റെ ഭാഗമായിട്ട് വരുന്ന ലേബർ. അത് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പൗലോസ്ലീഹ, നമുക്കറിയാം പൗലോസ്ലീഹ എന്തുമാത്രം യാത്ര ചെയ്തു. ആ യാത്ര ചെയ്യാൻ വേണ്ടി എടുത്ത അധ്വാനം, ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഉറക്കളപ്പ്, ആ യാത്രയുടെ ഭാഗമായിട്ടുള്ള പട്ടിണി, ഇതെല്ലാം കൂടെയാണ് മൂന്നാമത്തെ സെറ്റായിട്ട് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ലേബേഴ്സ്, അധ്വാനം എന്ന് പറയുമ്പോൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ സ്വന്തം കൈയാൽ അധ്വാനിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് പൗലോസ്ലീഹ മറ്റു സാഹചര്യങ്ങളിൽ പറയുന്നുണ്ട്. ഒരു സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി പൗലോസ്ലീഹ മറ്റു ജോലികൾ ചെയ്തിരുന്നു എന്ന് നമ്മൾ അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അതെല്ലാം കൂടെ ചേർത്താണ് അടുത്ത മൂന്ന്, അങ്ങനെ മൂന്ന് വീതമുള്ള മൂന്ന് സെറ്റായിട്ട് 9-ഉം പിന്നെ ഗ്രേറ്റ് എൻഡ്, ഇതെല്ലാം സഹിക്കാനുള്ള മഹാസഹിഷ്ണുതയും അങ്ങനെ ചേർത്ത് 10 കഷ്ടപ്പാടുകളുടെ 10 എണ്ണം, 10 കഷ്ടപ്പാടുകൾ, 3 വീതം 9-ഉം അതിനെ മൊത്തത്തിൽ പറയാനൊരു മഹാസഹിഷ്ണുത എന്നും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ലിസ്റ്റാ നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ. 4 ആദ്യം. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി. അങ്ങനെ 4 വീതമുള്ള 2 പട്ടികകളാണ് അത് കഴിഞ്ഞ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മേളിൽ പറഞ്ഞ 10 കാര്യങ്ങൾ പൗലോസ്ലീഹ എങ്ങനെ നേരിട്ടു, എങ്ങനെ അത് സഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അടുത്ത 8 കാര്യങ്ങളിലൂടെ പറയുന്നത്. എങ്ങനെ പൗലോസ്ലീഹ അതിനെ നേരിട്ടു എന്ന് ചോദിച്ചാൽ ത്രൂ സിൻസിയറിറ്റി, നിർമ്മലതയിലൂടെ. സിൻസിയറിറ്റി അല്ലെങ്കിൽ പ്യൂരിറ്റി എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. നിർമ്മലത എന്ന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. പരിജ്ഞാനം, അത് ഗ്നോസിസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പേഷ്യൻസ് ആൻഡ് കൈൻഡ്നെസ്. പേഷ്യൻസ് മക്രോതൂമിയ എന്നുള്ള വാക്കാണ്. അത് പേഷ്യൻസും കൈൻഡ്നെസ്സിനും ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നിടത്തേക്കുള്ള 2 കാര്യങ്ങളാണ് പേഷ്യൻസും കൈൻഡ്നെസ്സും. സിൻസിയറിറ്റി എന്ന് പറയുന്നതും പൗലോസ്ലീഹ സ്വന്തം മിനിസ്ട്രിയെ പറ്റി പറയുമ്പോൾ ഇവിടെ എല്ലാം പറയുന്നുണ്ട് പ്യൂരിറ്റി എന്നുള്ള ഒരു ചിന്തയാണത്. ഈ നോളജ് എന്ന് പറയുന്നത്, ഗ്നോസിസ് എന്ന് പറയുന്നത് പൗലോസ്ലീഹയെ സംബന്ധിച്ചിടത്തോളം അത്
ഈ നോളജ് മനുഷ്യൻ ആർജിക്കുന്ന നോളജിനെ പറ്റിയല്ല പൗലോസ്ലീഹ പറയുന്നത്. ദൈവം കൊടുക്കുന്ന നോളജ് ഉണ്ട്. ഗോഡ് ഗിവൺ നോളജ് എന്നുള്ളത്. അത് ഏഹ്, 1 കൊരിന്ത്യർ ലേഖനം 13 അധ്യായത്തില് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ പറ്റി പറയുമ്പോഴ് ഫലങ്ങളല്ല വരങ്ങൾ. വരങ്ങളെ പറ്റി പറയുന്നത്. അതായത് സ്നേഹത്തെ പറ്റി പറയുന്നതിന് തൊട്ട് മുമ്പ് പലതരം വരങ്ങളെ പറ്റി പൗലോസ് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വരമാണ് ഈ ഗ്നോസിസ് എന്ന ഉള്ള രീതിയിൽ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അന്നേരം അത് ദൈവം കൊടുക്കുന്നതാണ് ഈ ഇതെല്ലാം. അതുപോലെ ഈ പേഷ്യൻസും മാക്രോതൂമിയ എന്ന് പറയുന്ന പേഷ്യൻസും കൈൻഡ്നസ് ക്രിസ്റ്റോറ്റസ് ഇത് രണ്ടും നമ്മൾ വേദപുസ്തകം നോക്കിയാൽ അത് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്. പേഷ്യൻസും കൈൻഡ്നസ്സും അതാ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിനെയാണ് പിന്നീട് ഗലാത്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായിട്ട് മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന കാരണങ്ങളായിട്ട് പറയുന്നു. അന്നേരം ഈ സിൻസിയറിറ്റി, നോളജ്, പേഷ്യൻസ്, കൈൻഡ്നസ് എന്ന് പറയുന്ന 4 കാര്യങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഹ്യൂമൻ വെർച്യൂസ് എന്ന് വിളിക്കാം. അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ്, ജെനുവിൻ ലവ്, വേർഡ് ഓഫ് ട്രൂത്ത്, പവർ ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി. ഇത് 4ഉം ഡിവൈൻ വെർച്യൂസ് എന്ന് വിളിക്കാം. അന്നേരം ഈ ഹ്യൂമൻ വെർച്യൂസും ഡിവൈൻ വെർച്യൂസും ആ 8 കാര്യങ്ങൾ കൊണ്ടാണ് മുകളിൽ പറഞ്ഞ 10 വിധത്തിലുള്ള കഷ്ടപ്പാടുകളെ പൗലോസ്ലീഹ നേരിട്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നേരിടുന്നത്. അത് പൗലോസ്ലീഹ അതൊരു സാക്ഷ്യം പോലെയാണ് കൊരിന്ത്യക്കാരോട് പറയുന്നത്. അന്നേരം ആ സാക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, പൗലോസ്ലീഹ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ തന്നെ പ്രശംസിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം പക്ഷെ ഇതൊരു പ്രശംസയുടെ കാര്യമായിട്ട് പൗലോസ്ലീഹ കൊരിന്ത്യരോട് പറയുവാണ്. നിങ്ങൾ എന്നെ പറ്റി പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏൽക്കുന്ന ഈ കഷ്ടപ്പാടുകളെ പറ്റിയും ഞാൻ ഈ കഷ്ടപ്പാടുകൾ എങ്ങനെ സഹിച്ചു, എങ്ങനെ തരണം ചെയ്തു എന്നതിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയാൽ അതിൽ നിങ്ങൾക്ക് എന്നെ പറ്റി പ്രശംസിക്കാം. യു ക്യാൻ ബോസ്റ്റ് ഇൻ മീ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അന്നേരം ഈ ഹ്യൂമൻ വെർച്യൂസും ഹോളി സ്പിരിറ്റ്, അത് നമുക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ജെനുവിൻ ലവ് എന്ന് പറയുന്നത് പൗലോസ്ലീഹ വളരെ പരിശുദ്ധാത്മ ഫലങ്ങളിൽ ആദ്യത്തത് എന്ന രീതിയിൽ പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. വേർഡ് ഓഫ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ ഗോസ്പൽ, സുവിശേഷം എന്ന് പറയുന്നത് സത്യവചനമാണെന്നുള്ളത്. അതുപോലെ പവർ ഓഫ് ഗോഡ്, ദൈവം കൊടുക്കുന്ന ശക്തിയാലാണ് പൗലോസ്ലീഹ ഈ കഷ്ടപ്പാടുകളെ, സാഹചര്യങ്ങളെ നേരിടുന്നത്, അതിനെ തരണം ചെയ്ത് സുവിശേഷം പ്രസംഗിക്കുന്നത്. അന്നേരം ഈ ഹ്യൂമൻ വെർച്യൂസും ഈ ഡിവൈൻ വെർച്യൂസും പൗലോസ്ലീഹയിൽ ഉള്ളത് കൊണ്ടാണ് പൗലോസ്ലീഹ നേരിട്ട കഷ്ടതകളെ എല്ലാം പൗലോസ്ലീഹയ്ക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് വീണ്ടും ഒരു 3 തരത്തിലുള്ള ആ ലിസ്റ്റ് പിന്നങ്ങോട്ട് പോകുമ്പോൾ, എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ടും മാന അപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചു. അതെ, ആ ഒരു 3 വരി എന്ന് പറയുന്നത് മേളിൽ പറഞ്ഞതിൽ നിന്നെല്ലാം വ്യത്യാസമാണ്. ത്രൂ വെപ്പൺസ് ഓഫ് റൈറ്റ്യസ്നെസ് ഇൻ റൈറ്റ് ഹാൻഡ് ആൻഡ് ദ ലെഫ്റ്റ്. അത് പൗലോസ്ലീഹ അവിടെ നമുക്കറിയാം, പൗലോസ്ലീഹ ഈ ആത്മീയ ആയുധങ്ങൾ എടുക്കുന്നതിനെ പറ്റി സർവായുധ വർഗം ധരിച്ചു കൊള്ളുവീൻ എന്ന് എഫേസ്യ ലേഖനത്തിൽ ഒരു പ്രയോഗമുണ്ട്. അതേപോലെ റോമാലേഖനത്തിലും റോമാലേഖനത്തിലും പറയുന്നുണ്ട്, നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് എന്തുവാ ജഡീകമായിട്ടുള്ള കാര്യങ്ങളോടല്ല ആത്മാവിലാണെന്നുള്ള ഒരു അർത്ഥത്തിൽ വരുന്നുണ്ട്. റോമാലേഖനം 6 അധ്യായം 13 വാക്യം. റോമാലേഖനം 6:13. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്, നിങ്ങളെ തന്നെ മരിപ്പിച്ചിട്ട് ജീവിച്ചിരിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക. അന്നേരം ഈ ആയുധം ധരിച്ച ഒരു പടയാളിയുടെ ഇമേജ് ഈ സുവിശേഷം പ്രസംഗിക്കുന്ന പൗലോസ്ലീഹ അല്ലെങ്കിൽ സുവിശേഷ വാഹകർക്ക് പൗലോസ്ലീഹ കൊടുക്കുന്നുണ്ട്.
അതിനകത്ത് ഇപ്പൊ ഇടത് കൈയിലും വലത് കൈയിലും ഒരു ഒരു യുദ്ധത്തിന് സന്നദ്ധനായി നിൽക്കുന്ന ഒരാളുടെ, ഒരു പടയാളിയുടെ ഇടത് കൈയില് പരിചയും വലത് കൈയില് കുന്തമോ വാളോ, അങ്ങനെ ഇടത്തും വലത്തും ആയുധങ്ങൾ ധരിച്ച്, ഇടത് കൈയിലും വലത് കൈയിലും ആയുധങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഒരു സൈനികൻ എങ്ങനെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നുവോ അതേപോലെയാണ് ആത്മീയമായ ആയുധം ധരിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ത്രൂ ഓണർ ആൻഡ് ഡിസോണർ, മാന അപമാനങ്ങളും ത്രൂ, അവിടെ അവിടെ ആ മൂന്നിനെയും വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ മൂന്ന് കാര്യങ്ങളും പറയുന്നത് ഒരു ത്രൂവിലൂടെയാണ്. ഇംഗ്ലീഷിൽ ത്രൂ, അല്ലെങ്കിൽ ഗ്രീക്കില് ഡയ, ഡയ എന്നുള്ള ഒരു 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 പ്രിപ്പോസിഷൻ കൊടുത്തിട്ടാണ് ആ മൂന്ന് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ആ മൂന്നെണ്ണത്തിനെ ഒരു സെറ്റായിട്ട് വെച്ചേക്കും. ത്രൂ വെപ്പൺസ് ഓഫ് റൈച്ചസ്നെസ് ഇൻ റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ്, ത്രൂ ഓണർ ആൻഡ് ഡിസോണർ, ത്രൂ ഇൽ റിപ്യൂട്ട് ആൻഡ് ഗുഡ് റിപ്യൂട്ട്. എന്ന് പറഞ്ഞാൽ അത് പൗലോസ്ലീഹായുടെ ഒരു സർക്കംസ്റ്റാൻസ് ആണ്. പൗലോസ്ലീഹായ സുവിശേഷത്തിന് വേണ്ടി പോരാടുന്ന സമയത്ത് അത് മാനമുള്ള അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്, ഡിസോണറിന്റെ അവസ്ഥ, ഓണറിന്റെ അവസ്ഥയുണ്ട്, ഡിസോണറിന്റെ അവസ്ഥയുണ്ട്, ഇൽ റെപ്യൂട്ടേഷനും ഉണ്ട്, ഗുഡ് റെപ്യൂട്ടേഷനും ഉണ്ട്. അന്നേരം ഇതിലൂടെ എല്ലാമാണ് ഞാൻ ഈ സുവിശേഷം നടക്കാൻ പോകുന്നത്. അന്നേരം അടുത്ത മൂന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ്സ് ദ സിറ്റുവേഷൻസ് ദാറ്റ് പൗലോസ്ലീഹ ഗോയിങ് ത്രൂ വെൻ ഹി ഈസ് പ്രീച്ചിങ് ദ ഗോസ്പൽ. അതാണ് ആ ത്രൂ എന്നുള്ള അതിലൂടെ മൂന്നെണ്ണം വിളിക്കുന്നത്. അതായത് ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചും, മാനമുള്ള അവസ്ഥയിലും അപമാനമുള്ള അവസ്ഥയിലും, അത് ഒരുമിച്ച് മലയാളത്തിൽ മാന അപമാനങ്ങളും, കീർത്തിയുള്ള അവസ്ഥയിലും ദുഷ്കീർത്തിയുള്ള അവസ്ഥയിലും ഞാൻ ഈ സുവിശേഷം പ്രസംഗിച്ചു. എന്നിട്ട് അടുത്ത ഒരു സെറ്റ് വരുവാണ്. അതൊരു 7 ഉണ്ട്. ആ 7 ഒരു 7 ആന്റിതിസിസ് ആണ്. ഒന്നിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ച് 7 പെയറായിട്ടാണ് അവിടെ പറയുന്നത്. അത് ഓരോന്നും ഇതൊരു ആസ് എന്നുള്ള ഒരു പ്രൊപ്പോസിഷൻ വെച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത്. അതായത് വൈൽ എന്ന് പറഞ്ഞുകൊണ്ട്, ചതിയന്മാർ എന്നിട്ടും സത്യവാന്മാർ. അതൊരു ആന്റിതിസിസ് എന്ന് പറയുമ്പം പൗലോസ്ലീഹായുടെ സ്വഭാവത്തെ പറ്റി മനുഷ്യര് പറഞ്ഞ ആരോപണങ്ങളെയാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. എന്നാൽ റിയൽ ആയിട്ടുള്ള പൗലോസ്ലീഹ എന്താണെന്നുള്ളതാണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. ചതിയന്മാർ എന്നിട്ട് സത്യവാന്മാർ. എന്നിട്ട് പൗലോസ്ലീഹായെ ഡിസൈറ്റ്ഫുൾ എന്ന്, ചതിയൻ എന്ന് വിളിച്ച മനുഷ്യരുണ്ട്. അന്നേരം നിങ്ങൾ എന്നെ ചതിയൻ എന്ന് വിളിക്കുമ്പോഴും ഞാൻ അവിടെ സത്യസന്ധനായിരുന്നു. ആരും അറിയാത്തവർ എന്നിട്ടും എല്ലാവരും അറിയുന്നവർ. ഈ ആരും അറിയാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ, ആസ് അൺനോൺ ബട്ട് വി ആർ നോൺ. അതായത് പൗലോസ്ലീഹായ്ക്ക് ഒരു ക്രിപ്റ്റിക് ആയിട്ടുള്ള, അതായത് പൗലോസ്ലീഹായുടെ സ്വഭാവത്തെ പറ്റിയും നമ്മൾ ഈ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ പറഞ്ഞു, പൗലോസ്ലീഹ എഴുതുന്നത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല എന്നൊരു ആരോപണം ഉണ്ട്. പൗലോസ്ലീഹ പ്രസംഗിക്കുന്നതിനെ പറ്റി അങ്ങനെ ഒരു ആരോപണം ഉണ്ട്. അന്നേരം അൺനോൺ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരും അറിയാത്തവരെങ്കിലും, പക്ഷെ ഞാൻ പ്രസംഗിക്കുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്, ഞാൻ എഴുതുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നതാണെന്ന് ഒന്നാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ ഒരു കോൺട്രാസ്റ്റ് ആണ്, ആരും അറിയാത്തവർ എങ്കിലും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ. മരിക്കുന്നവർ എന്നിട്ടും ആസ് ഡൈയിങ് ആൻഡ് ബിഹോൾഡ് വി ലീവ്. മരിക്കുന്നവർ എന്നിട്ടും ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നവർ. അത് ഏതുമായിട്ടാണ് കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ 4-ാം അധ്യായത്തില് പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, ഈ പൗലോസ്ലീഹായുടെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മരണത്തിലെ പങ്കാളിത്തമാണ്. ദി ഡൈയിങ് ഓഫ് ഹിസ് ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അന്നേരം പൗലോസ്ലീഹ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹ ജീവിച്ചിരിക്കുന്ന ഓരോ സമയവും എടുക്കുന്ന കഷ്ടപ്പാടുകൾ മൂലം ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുക എന്നുള്ളതാണ്. അവിടെ 118-ാം സങ്കീർത്തനം, നമ്മൾ 4-ാം അധ്യായം പഠിച്ചപ്പം 118-ാം സങ്കീർത്തനത്തിന്റെ റെഫറൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. 118-ാം സങ്കീർത്തനത്തിലേക്ക് തന്നെയാണ് പൗലോസ്ലീഹ വീണ്ടും പോകുന്നത്. 118-ാം സങ്കീർത്തനത്തിന്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നീതിമാന്മാർക്ക് കഷ്ടം വരുന്നതും യഹോവ അവരെ രക്ഷിക്കുന്നതിനെ പറ്റിയുമാണ്
118 സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. 118, 16, 17. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. മരിക്കുന്നവൻ എന്നിട്ടും ഇതാ ഞാൻ ജീവിക്കുന്നു. ശിക്ഷിക്കപ്പെടുന്നവർ എന്നിട്ടും കൊല്ലപ്പെടാത്തവർ. 18ന്റെ തന്നെ 19 118 സങ്കീർത്തനത്തിന്റെ തന്നെ 18 പറയുന്നുണ്ട്, യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എങ്കിലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല എന്ന്. അത് പൗലോസ്ലീഹ ഒരു സ്വയം സാക്ഷ്യത്തിനായിട്ട് ഈ 118 സങ്കീർത്തനം 4-ാമത്തെ അധ്യായത്തിൽ തന്നെ നേരത്തെ പറയുന്നുണ്ട്. അന്നേരം അതാണ് അടുത്ത ഒരു ആന്റിതെസിസ് ആയിട്ട് പറയുന്നത്. ശിക്ഷിക്കപ്പെടുന്നുണ്ട്, പക്ഷെ ഒരിക്കലും കൊല്ലപ്പെടത്തില്ല എന്നുള്ളത്. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ഇതും പൗലോസ്ലീഹ നേരത്തെ തന്നെ പറയുന്നുണ്ട്. ഗ്രീവൻസ്, ഞാന് നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുന്നത്, അല്പം കർശനമായ ഒരു എഴുത്ത് എഴുതിയതിൽ ഞാൻ വിഷമിക്കുന്നുണ്ട് എന്ന് പൗലോസ്ലീഹ നേരത്തെ പറയുന്നുണ്ട് അല്ലെ. എന്നിട്ട് ഈ പൗലോസ്ലീഹായ്ക്ക് കൊരിന്തിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പൗലോസ്ലീഹായ്ക്ക് സങ്കടം കൊടുക്കുന്ന ഒന്നാണ്, സങ്കടം നൽകിയതൊന്നാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ പൗലോസ്ലീഹായ്ക്ക് സന്തോഷമുണ്ട്. ഈ സന്തോഷം എന്ന് പറയുന്നത് നമുക്കറിയാം, സ്നേഹം, സന്തോഷം, സമാധാനം, ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റിനകത്ത് രണ്ടാമത് പറയുന്ന ഒരു സംഗതിയാണ് ജോയ് എന്ന് പറയുന്നത്. അത് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ആവർത്തിച്ച് പറയുന്നതാണ്, ക്രിസ്തുവിൽ സന്തോഷിക്കുക, ക്രിസ്തുവിൽ ആനന്ദിക്കുക എന്നുള്ളത്, റിജോയ്സ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളത്. അന്നേരം ഈ നിങ്ങളെ പറ്റി, നിങ്ങളുടെ ഇടയിലെ ഇമ്മൊറാലിറ്റിയെ പറ്റിയും നിങ്ങൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നാൽ പോലും ഞാൻ പരിശുദ്ധാത്മാവിനാൽ സന്തോഷവാനാണ്. ഇനി നമ്മൾ 7-ാം അധ്യായം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സന്തോഷം എന്താണെന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട്. ഇവര് അനുദപിച്ചു എന്ന് പൗലോസ്ലീഹ അറിയുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് മറ്റൊരു ആന്റിതെസിസ്. എന്നിട്ട് 6-ാമതായിട്ട് പറയുന്നത് പുവർ ബട്ട് എൻറിച്ചിങ് മെനി, ദരിദ്രരെങ്കിലും പലരെയും സന്തോഷിപ്പിക്കുന്നവരുണ്ട്. അതായത് ദരിദ്രർ എന്ന് പറയുമ്പോൾ വേൾഡിലി പുവർ ആണ്. പൗലോസ്ലീഹായ്ക്ക് വലിയ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. പക്ഷെ ഒരുപാട് പേരെ ആത്മീയമായിട്ട് റിച്ച് ആക്കാനായിട്ട് കഴിഞ്ഞു. അത് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് പൗലോസ്ലീഹ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. 8-9 പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രരായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. അന്നേരം ഇത് ദൈവം, ക്രിസ്തു മനുഷ്യനായി തീർന്നതിനെ പറ്റി, അതിലെ ആ ദാരിദ്ര്യം വഹിച്ചതിനെ പറ്റി 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, അവൻ സമ്പന്നനായിരുന്നെങ്കിലും നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി അവൻ ദരിദ്രനായി തീർന്നു. അന്നേരം അതേപോലെയാണ് പൗലോസ്ലീഹ എന്ന് പറയുകയാണ്. ഞാനും ദരിദ്രനാണ്, പക്ഷെ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദരിദ്രനായിട്ടിരിക്കുന്നത്. നിങ്ങളെ ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ സമ്പന്നരാക്കാൻ വേണ്ടി. അത് ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള റിച്ച്നെസ് പൗലോസ്ലീഹായ്ക്ക് ഇല്ല, പക്ഷേ സ്പിരിച്വൽ ആയിട്ടുള്ള റിച്ച്നെസ് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കഴിയും. എന്നിട്ട് ഏറ്റവും അവസാനം ഒന്നുമില്ലാത്തവർ എങ്കിലും എല്ലാം കൈവശമുള്ളവരായിട്ട് തന്നെ എന്ന് പറയുന്നത്. ഈ 7 ആന്റിതെസിസ് പറഞ്ഞുകൊണ്ട് പൗലോസ്ലീഹയുടെ മിഷണറി ലൈഫിനെ തന്നെ ഡിഫൈൻ ചെയ്യുകയാണ്. ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ എന്ന് പറഞ്ഞാല് ബേസിക്കലി, അതായത് പൗലോസ്ലീഹ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആ ഒരു മൺപാത്രങ്ങളെ പറ്റി പറയുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഈ മൺപാത്രങ്ങൾ എന്ന് അതാണ് പൗലോസ്ലീഹ ഒന്നുകൂടെ അവിടെ റിവോക്ക് ചെയ്യുന്നത്. ഒന്നുമില്ലാത്ത മൺപാത്രങ്ങളാണ് ഞങ്ങൾ, പക്ഷെ ദൈവം ഞങ്ങളെ എല്ലാം തന്ന് ധനികരാക്കിയിരിക്കുകയാണ്. മീൻസ് ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ നിധി, സുവിശേഷമാകുന്ന ദൈവത്തിന്റെ നിധി, ക്രിസ്തുവിന്റെ സുവിശേഷമാകുന്ന ദൈവത്തിന്റെ നിധി ഒന്നുമില്ലാത്തവരായ ഞങ്ങളിൽ നിക്ഷേപിച്ച് ഞങ്ങളെ ദൈവം ആക്കിയിരിക്കുകയാണ്. അതാണ് ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ ആണ് ഞങ്ങൾ ഈ വേല ചെയ്യുന്നത്, ഞങ്ങൾ സുവിശേഷം വഹിക്കുന്നത്. അത് അങ്ങനെ ഒരു നീണ്ട ഒരു ലിസ്റ്റ്, അതിനെ സ്ട്രക്ചറലായിട്ട്
നമ്മൾ നോക്കുമ്പോൾ ആദ്യം പൗലോസ്ലീഹ അതിന്റെ കഷ്ടതകളെ പറ്റി പറയുന്നു. ആ കഷ്ടതകൾ എങ്ങനെയാണ് വെർച്യൂസ് ഉപയോഗിച്ചുകൊണ്ട് തരണം ചെയ്തത്. ആ തരണം ചെയ്യുമ്പോൾ പൗലോസ്ലീഹയുടെ സിറ്റുവേഷൻ എന്താണ്, അത് വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ്. ഒരേ സമയം മാനക്കേടും അപമാനവും മാനവും ഉണ്ടായിട്ടുണ്ട്, നല്ല കീർത്തിയും സൽകീർത്തിയും ഉണ്ടായിട്ടുണ്ട്, ദുഷ്കീർത്തിയും ഉണ്ടായിട്ടുണ്ട്. അതൊരു ആ സിറ്റുവേഷനിലൂടെയാണ് പോയിട്ട് എന്നിട്ട് പറയുകയാണ് ഈ ഒരു 7 ആന്റിതിസിസ് പറഞ്ഞിട്ട്, പരസ്പരം ഒപ്പോസ് ചെയ്യുന്ന 7 കാര്യങ്ങൾ പറഞ്ഞിട്ട്, നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ലോകം, മറ്റു മനുഷ്യർ പൗലോസിനെ ഇങ്ങനെയൊക്കെയാണ് മനസ്സിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ പൗലോസ് എങ്ങനെയാണ് എന്നുള്ളത്, റിയൽ ആയിട്ട് പൗലോസ് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ലിസ്റ്റില് 6:4 മുതൽ 6:10 വരെ പറഞ്ഞേക്കുന്നത്. സത്യമുള്ളവർ, എല്ലാവരും നല്ലവണ്ണം അറിയുന്നവൻ, ജീവിച്ചിരിക്കുന്നവൻ, കൊല്ലപ്പെടാത്തവൻ, എപ്പോഴും സന്തോഷിക്കുന്നവൻ, എല്ലാവരെയും സമ്പന്നരാക്കുന്നവൻ, എല്ലാം കൈവശമായിട്ടുള്ളവർ. അന്നേരം പൗലോസ്ലീഹ ഇത് ഇതൊരു ഇറ്റ്സ് എ വിറ്റ്നസിങ്. അതായത് പൗലോസ്ലീഹയുടെ മിഷണറി പ്രവർത്തനം, അല്ലെങ്കിൽ പൗലോസ്ലീഹയുടെ അപ്പോസ്തല പ്രവർത്തിയുടെ ഒരു ഒരു വിറ്റ്നസിങ് ആയിട്ടാണ് ഇത് പറയുന്നത്. ഇത് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് ഞാൻ സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നത്. അന്നേരം ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പരസ്പരം രമ്യപ്പെടാനായിട്ട്. അല്ലെങ്കിൽ ഇതാണ് കോണ്ടെക്സ്റ്റ്. എന്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന സുവിശേഷം പറയുന്നതിന്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. അന്നേരം ഈ കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ രമ്യപ്പെടാൻ, പരസ്പരം രമ്യപ്പെടാൻ, അതുപോലെ എന്നോടും രമ്യപ്പെടാൻ. ക്രിസ്തുവിന്റെ അംബാസഡർ എന്നുള്ള രീതിയിൽ, ക്രിസ്തുവിന്റെ സ്ഥാനാപതി എന്ന രീതിയിൽ എന്നോട് നിങ്ങൾ രമ്യപ്പെടണം എന്നുള്ളതിന് ഒരടിസ്ഥാനമായിട്ടാണ് ഈ ഹാർഡ്ഷിപ്പിന്റെ ഈ നീണ്ട ലിസ്റ്റും, ആ ഹാർഡ്ഷിപ്പിനെ എങ്ങനെയാണ് തരണം ചെയ്തതെന്നും, ഏത് സാഹചര്യത്തിലാണ് പൗലോസ്ലീഹ ഈ ഹാർഡ്ഷിപ്പ് ഒക്കെ ഏറ്റെടുത്തതെന്നും, മറ്റുള്ളവര് എന്നെ ഇങ്ങനെയൊക്കെ കാണുന്നെങ്കിലും റിയൽ ആയിട്ട് എന്റെ ലൈഫ് ഇന്നതാണ് എന്ന് പൗലോസ്ലീഹ പറഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് 6:11 തൊട്ട് 7:4 വരെ അടുത്ത സെഷനിൽ പൗലോസ്ലീഹ ഈ ഡയറക്ട്ലി ഈസ് ആസ്കിങ് ടു ദ കൊരിന്ത്യൻസ് ടു റിക്കൺസിൽഡ് വിത്ത് ഹിം. എന്നോട് രമ്യപ്പെടണം എന്ന്, പൗലോസ് ആകുന്ന എന്നോട് രമ്യപ്പെടണം, നിങ്ങൾ കൊരിന്ത്യയിലെ വിശ്വാസികൾ എന്നോട് രമ്യപ്പെടണം എന്ന് പറയുകയാണ്. അടുത്ത 11 മുതൽ 7:4 വരെയുള്ള ഭാഗങ്ങളിൽ. അവിടെ പൗലോസ്ലീഹ പിന്നെയും ഈ ഓട്ടോബയോഗ്രാഫിക്കൽ ആവുകയാണ്. ഞാൻ നിങ്ങളോട് വായി തുറന്നിരിക്കുകയാണ്. 11-നകത്ത് ഞങ്ങളുടെ വായി നിങ്ങളോട് തുറന്നിരിക്കുകയാണ്. അതൊരു പ്രയോഗം. അതായത് ഐ ആം സ്പീക്കിംഗ് വെരി ഫ്രാങ്ക്ലി ടു യു എന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങളുടെ ഹൃദയം വളരെ വിശാലമാണ്, ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്ര ഇടുക്കമുള്ളത് എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ, പൗലോസ്ലീഹ പറയുകയാണ്, ഐ ആം വെരി ഓപ്പൺ ടു യു ആൻഡ് മൈ ഹാർട്ട് ഈസ് ഓൾസോ വെരി ഓപ്പൺ ടു യു, ബട്ട് യു ഹാവ് സം റെസ്ട്രെയിൻസ് ടുവേർഡ്സ് മീ. അതായത് നിങ്ങളെ ഒരു ശകാരിച്ചൊരു ലെറ്റർ എഴുതി എന്നതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കണ്ടം ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ റെസ്ട്രെയിൻ മാറ്റിയിട്ട് നിങ്ങൾ എന്നോട് വിശാലമായിട്ട് സ്നേഹത്തോടെ ഇടപെടണം. എന്നിട്ട് 13 പറയുന്നുണ്ട്, ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായി മക്കളോട് എന്നതുപോലെ ഞാൻ നിങ്ങളോട് പറയും. അതായത് അപ്പന്റെ സ്ഥാനത്ത് നിന്നാണ് പറയുന്നത്. അതായത് ഐ ഫൗണ്ടഡ് ദിസ് കമ്മ്യൂണിറ്റി. അതായത് പൗലോസ്ലീഹ പറയാണ്, ഞാനാണ് നിങ്ങളെ ഈ കൊരിന്ത്യയിലെ സഭ ക്രിസ്തുവിൽ ജനിപ്പിച്ചത്. അതുകൊണ്ട് ആ രീതിയിൽ എനിക്ക് നിങ്ങളുടെ പിതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനം ഉണ്ട്. അതുകൊണ്ട് മക്കളോട് എന്നതുപോലെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അന്നേരം അവിടെ ആ ഒരു ഈ പൗലോസ്ലീഹയ്ക്ക് കൊരിന്ത്യരോടുള്ള ഒരു അഫെക്ഷൻ വളരെ, അതിന്റെ ഒരു ഏറ്റവും മാക്സിമം ലെവലില് ഈ വാക്യങ്ങളിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 14 പറയുകയാണ്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. ഇണയില്ല പിണ എന്ന് മലയാളത്തിൽ അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഡു നോട്ട് ബി യോക്ഡ് വിത്ത് അൺബിലീവേഴ്സ് എന്നുള്ളതാണ്.
അതായത് ഒരേ നുകത്തിൽ ചേരരുത് എന്നുള്ളതാണ് അവിടുത്തെ പ്രയോഗത്തിന്റെ അർത്ഥം. അറിയാം, നുകം, യോക്ക് എന്ന് പറയുന്നത് ഒരേ ആരോഗ്യവും ഒരേ ബലവും ഒരേപോലെ ഇരിക്കുന്ന മൃഗത്തിന്റെ ജോഡിയാണ് ഒരു യോക്കിനകത്ത് വെച്ച് കെട്ടി നമ്മൾ നില ഒഴുകാനായിട്ട് പോകുന്നത്, അല്ലേ? ഇപ്പം കേരളത്തിലെ സാഹചര്യം, പഴയ നെൽകൃഷിയുടെ സാഹചര്യം അറിയാവുന്നവർക്കറിയാം. രണ്ട് കാളകളെ കെട്ടിയാണ് നിലം ഒഴുകുന്നത്, അല്ലേ? അപ്പോ അതിനകത്ത് അതാണ് ഇവിടെ പൗലോസ്ലീഹ എടുക്കുന്ന ഒരു മെറ്റഫോർ എന്ന് പറയുന്നത്. അത് ഞാൻ മലയാളത്തിൽ ഇണയില്ല പിണ കൂടരുത് എന്നുള്ളത്, ഇണയില്ല പിണ എന്ന രീതിയിൽ മലയാളത്തിലേക്ക് എഴുതിയിരിക്കുന്നത്. അത് നോട്ട് ബി യോക്ഡ് വിത്ത് അൺബിലീവേഴ്സ് എന്നുള്ളത്. ഗ്രീക്കിൽ അത് ഹെട്രോസൈഗോണ്ടസ് എന്നുള്ളൊരു വാക്കാണ്. ആ വാക്ക് വന്നേക്കുന്നത് സത്യത്തിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന്. ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്ത് പ്രത്യേകിച്ച് ലേവ്യ പുസ്തകത്തിനകത്തും ആവർത്തന പുസ്തകത്തിനകത്തും, ആവർത്തന പുസ്തകം 22:10 പ്രത്യേകിച്ച് പറയുന്നു, നിങ്ങൾ നില ഒഴുകുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള അനിമൽസിനെ വെച്ച് നില ഒഴുകരുത്. അതായത് കാളയെയും കഴുതയെയും ഒരുമിച്ച് ഒരു നുകത്തിൽ കെട്ടരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ലേവ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വിവിധ തരത്തിലുള്ള മൃഗങ്ങളെ തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ഈ ഹെട്രോസൈഗോണ്ടസ് എന്നുള്ള വാക്ക്. അതാണ് പൗലോസ്ലീഹ ഇവിടെ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ ഇണയില്ല പിണ കൂടരുത് എന്ന് പറഞ്ഞാൽ, വിശ്വാസികളും അവിശ്വാസികളും ഒരേ നുകത്തിന്റെ കീഴിൽ ഒരു കാര്യം ചെയ്യാനായിട്ട്, ഒരേ നുകത്തിന്റെ കീഴിൽ വരിക എന്ന് പറഞ്ഞാൽ ടു ഡു വൺ തിങ് എന്നുള്ളതാണ്. അതായത് ഒരു ചേർച്ച, ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പൗലോസ്ലീഹയുടെ ഉപദേശം. നിങ്ങള് എന്നിട്ട് അവിശ്വാസികളുമായിട്ട് യു ഡു നോട്ട് ബി യോക്ഡ് വിത്ത് അൺബിലീവേഴ്സ് എന്നിട്ടൊരു 3-4 ചോദ്യം അങ്ങോട്ട് പൗലോസ്ലീഹ ചോദിക്കുകയാണ്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്താണ് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്താണ് കൂട്ടായ്മ? ക്രിസ്തുവിന് ബലയാലിന് തമ്മിൽ എന്താണ് പൊരുത്തം? വിശ്വാസിക്കും അവിശ്വാസിയുമായിട്ട് എന്താണ് ഓഹരി? 5 ചോദ്യമുണ്ട്. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്താണ് യോഗ്യത? അവിടെ പാർട്ട്ണർഷിപ്പ്, ഷെയറിംഗ്, അക്കോർഡ്, പോർഷൻ, എഗ്രിമെന്റ്, ഈ യോക്കിംഗ് എന്നുള്ളതിന്റെ 5 വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ആദ്യം ചോദിക്കുന്നത്? നീതിക്ക് റൈറ്റ്യസ്നെസ്സും ലോലെസ്നെസ്സും തമ്മിൽ എന്താണ് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്താണ് ചേർച്ച? ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്, വെളിച്ചത്തിന് ഇരുളിനോട് എന്താണ് കൂട്ടായ്മ? അത് ഒരു പെയർ പോലെയാ വരുന്നത്. നീതിയും നീതിയില്ലായ്മയും, അല്ലെങ്കിൽ നീതിയും അധർമ്മവും. നീതി എന്ന് പറയുന്നത് വെളിച്ചമാണ്, അധർമ്മം എന്ന് പറയുന്നത് ഡാർക്ക്നെസ് ആണ്. അത് തമ്മിൽ ഒരു പെയർ ആയിട്ട് വരും ആ 2 ചോദ്യങ്ങൾ തമ്മിൽ. ക്രിസ്തുവും ബലയാലും. ബലയാൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, സാത്താൻ എന്നുള്ളതിന്, അല്ലെങ്കിൽ അതിന് പല വാക്കുകൾ ഈ 2 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ്ലീഹ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു വാക്കാണ് ബലയാൽ എന്നുള്ള വാക്ക്. ക്രിസ്തുവും ബലയാലും, വിശ്വാസിയും അവിശ്വാസിയും. ക്രിസ്തു ഈക്വൽ ടു വിശ്വാസി, ബലയാൽ ഈക്വൽ ടു അവിശ്വാസി. അത് ഒരു പെയർ ആയിട്ടാണ് വരുന്നത്. അക്കോർഡും പോർഷനും. എന്നിട്ട് അവസാനമായിട്ടുള്ള ഒരു ചോദ്യം, ആ ചോദ്യം 5-ാമത്തെ ചോദ്യം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ചോദ്യമാണ്. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? വാട്ട് എഗ്രിമെന്റ് വിത്ത് ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ഐഡൽസ്? ഇനി ഈ അഞ്ചും ചോദിക്കുന്നത് ആദ്യം പറഞ്ഞ വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ ഇണയില്ല പിണ കൂട്ടരുത്, ഡു നോട്ട് ബി യോക്ഡ് വിത്ത് അൺബിലീവേഴ്സ് എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ. പക്ഷെ ആ എക്സ്പ്ലനേഷന്റെ 5-ാമത്തെ ചോദ്യത്തിനകത്ത് വിഗ്രഹങ്ങളോട് ദേവാലയത്തിന് എന്ത് യോഗ്യത എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഉത്തരമായിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇത്രയും 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പറയുകയാണ്, വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്.
ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് അടുത്ത നീണ്ട ഒരു കൊട്ടേഷനാണ്. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അന്നേരം വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് അതിന് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു നീണ്ട കൊട്ടേഷൻ ആയിട്ടാണ് തുടർന്നുള്ള വാക്യങ്ങൾ 16ഉം 17ഉം പറയുന്നത്. അത് പൗലോസ്ലീഹ ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാ പറയുന്നത്. 16ന്റെ പകുതിക്ക് വേണ്ട എന്നും ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഏറ്റവും 17 അവസാനിക്കുമ്പോൾ സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത്. അന്നേരം പക്ഷെ അത് ഇതൊരു ഒറ്റ കൊട്ടേഷൻ അല്ല. അതാണ് അതിന്റെ ആ ടെക്സ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇതൊരു നീണ്ട പഴയ നിയമത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് എടുത്ത് ചേർത്ത് വെച്ചേക്കുന്ന ഒരു 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 മിക്സപ്പ് ചെയ്തേക്കുന്ന ഒരു കൊട്ടേഷനാണ്. ഉദാഹരണം പറഞ്ഞാൽ അതിനകത്ത് ലേവ്യ പുസ്തകം 26:11-12 ഉണ്ട്. എസെക്കിയേൽ 37:27 ഉണ്ട്. യെശയ്യാ പ്രവചനം 52:11 ഉണ്ട്. യെശയ്യാ പ്രവചനം 52:1 ഉണ്ട്. എസെക്കിയേലിന്റെ പുസ്തകം 20:34 ഉണ്ട്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 7:14 ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:6 ഉണ്ട്. ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് ഇത് പഴയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. അതായത് ദൈവം മനുഷ്യന് കൊടുക്കുന്ന പ്രോമിസ് എന്താണെന്ന് ചോദിച്ചാല്, നിങ്ങളുടെ ഇടയിൽ ഞാൻ വസിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിലാണ് വസിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമാണ്. ഇത് പഴയ നിയമത്തിലെ ഈ കൊട്ടേഷൻ, ഈ വേദഭാഗങ്ങളിലെല്ലാം പറയുന്ന വേദഭാഗങ്ങളെല്ലാം കൂടെ എടുക്കുന്ന ഒരു പഴയ നിയമത്തിലൊരു ആശയമാണ്. അന്നേരം ഇസ്രായേലിനെ പറ്റിയാണല്ലോ പറയുന്നത്. ഇസ്രായേല് ദൈവത്തിന്റെ ജനവും ദൈവം അവരുടെ കൂടെ വസിക്കുകയും ചെയ്യുക. അതിന് അവരെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ അവര് മറ്റ് ഉള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ അശുദ്ധമായതിൽ നിന്നെല്ലാം വേർപെട്ട് ദൈവത്തിന് വസിക്കാൻ തക്കവണ്ണം ജനം വിശുദ്ധമായിട്ട് ഇരിക്കണം. ഇതാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം പല കാലങ്ങളിലായിട്ട് പഴയ നിയമ ഇസ്രായേലിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് എടുത്തുകൊണ്ടാണ് ആ കോട്ടെല്ലാം കൂടെ ചേർത്ത് ഇവിടെ വെച്ചിട്ടാണ് പൗലോസ്ലീഹ പറയുന്നത് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അന്നേരം ടെമ്പിൾ ഓഫ് ഗോഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ ഇടയിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തക്കവണ്ണം വിശുദ്ധമായിട്ടിരിക്കണം. വി ഷുഡ് ബി ഹോളി എന്നിട്ട്. അന്നേരം അങ്ങനെ ഹോളി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പിതാവായിട്ടിരിക്കും, നിങ്ങൾ എൻ്റെ പുത്രനും പുത്രിമാരായിട്ടും ഇരിക്കും. ഇത് ദൈവം കൊടുത്തേക്കുന്ന ഒരു പ്രോമിസ് ആണ്. അതായത് ഈ പ്രോമിസ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്നുള്ള രീതിയിൽ കൊരിന്തിലെ ക്രിസ്ത്യാനികൾ കീപ്പ് ചെയ്യേണ്ട പ്രോമിസ് ആണ് ഇത്. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിലുള്ള അവിശ്വാസികളുമായിട്ട് നിങ്ങൾ ഇടപെടുന്നതിന് യു ഷുഡ് ക്രിയേറ്റ് എ ബൗണ്ടറി വെൻ യു ആർ ഡീലിംഗ് വിത്ത് ദ അൺബിലീവേഴ്സ്. ഇല്ലെങ്കിൽ അന്നേരം ഇത് സൂചിപ്പിക്കുന്നത് ഈ കൊരിന്ത്യ സഭയിൽ നിലവിലിരുന്ന ഒരു ഇമ്മോറൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഇമ്മോറൽ പ്രോബ്ലത്തിന് എങ്ങനെ ആ ഇമ്മോറൽ പ്രോബ്ലം ആണ് പൗലോസ്ലീഹായുമായിട്ട് കൊരിന്ത്യ ജനത്തിന്റെ ബന്ധത്തിന് ഈ വിഘാതം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആ ബന്ധത്തിൽ ഒരു ഇടർച്ച ഉണ്ടാക്കിയത്. പൗലോസ്ലീഹ ഇങ്ങനെ ഒരു കൈപ്പുള്ള ലേഖനം എഴുതാനൊക്കെ കാരണമായ അടിസ്ഥാനപരമായ സംഭവം ഈ ഇമ്മൊറാലിറ്റി ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഇമ്മൊറാലിറ്റിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ടത് എന്തുകൊണ്ടാണ്?
അന്നേരം ആ ഇമ്മൊറാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കേണ്ടത് നിങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അതിൽ നിന്ന് മാറി നിൽക്കാൻ. അങ്ങനെ നിങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് റെക്കൺസിൽ ചെയ്യും. അതാണ് പൗലോസ്ലീഹ അവിടെ പറയുന്നത്. ഈ ഈ ഈ പാർട്ടില് റിക്കൺസിലിയേഷൻ എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് എങ്ങും പറയുന്നില്ല. പക്ഷെ നിങ്ങള് മറ്റേ അൺബിലീവേഴ്സിൽ നിന്ന് മാറി നിൽക്കുകയും നിങ്ങൾ മോറലി നിങ്ങൾ സ്ട്രൈറ്റ് ആകുകയും ചെയ്യുന്നത് വഴി നിങ്ങൾ ഞാനുമായിട്ട് റെക്കൺസിൽ ആകും എന്നുള്ള രീതിയിലാണ് പൗലോസ്ലീഹ അവരോട് പറയുന്നത്. എന്നിട്ട് 7 തുടങ്ങുമ്പോൾ വീണ്ടും വളരെ അഫെക്ഷനേറ്റ് ആയിട്ടാണ് പൗലോസ്ലീഹ അവരോട് പറയുന്നത്. പ്രിയമുള്ളവരെ, സോ ബിലവഡ് സിൻസ് വി ഹാവ് ദീസ് പ്രോമിസസ്. അതായത് പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഈ വാഗ്ദാനം ഉള്ളത് കൊണ്ട് നാം ജഡത്തിന്റെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അന്നേരം വി ഹാവ് ദിസ് പ്രോമിസ്. അതായത് ദൈവത്തിൽ നിന്ന് നമുക്കുള്ള പ്രോമിസ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങൾക്ക് പിതാവുമാണ്, ദൈവവുമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിരുന്നു കഴിഞ്ഞാൽ, നിങ്ങളെ വിശുദ്ധിയാക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. അതാണ് നമുക്കുള്ള വാഗ്ദാനം. വി ഹാവ് ദിസ് പ്രോമിസ്. അതുകൊണ്ട് ആ വാഗ്ദാനം നമുക്കുള്ളത് കൊണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, വി ഹാവ് ടു ക്ലീൻ അവർ സെൽഫ്. നമ്മുടെ ഇടയിലുള്ള സകല വിധത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് നമ്മൾ മാറ്റുകയും എന്നിട്ട് ലെറ്റ് us bring holiness to completion. അതായത് നമ്മൾ ആ വിശുദ്ധിയെ നമ്മൾ തികയ്ക്കാനായിട്ട്, ആ വിശുദ്ധിയെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വി ഹാവ് ടു ട്രൈ. അതാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. പൗലോസ്ലീഹ അല്ലെങ്കിൽ ദാറ്റ്സ് ഗോൾ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ടു കംപ്ലീറ്റ് ദ ഹോളിനെസ്, to cleanse the defilement in our community, and to complete in the holiness of God. That is the goal of Christianity എന്ന് പൗലോസ്ലീഹ കൊരിന്ത്യരോട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും 6:11 തുടങ്ങിയ അവിടേക്ക് തന്നെ, അതേ വാചകങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് ഇടം തരണം. ഞാൻ ആരോടും അന്യായം ചെയ്തിട്ടില്ല, ആരെയും കെടുത്തിയിട്ടില്ല, ആരെയും വഞ്ചിച്ചെടുത്തിട്ടുമില്ല. പൗലോസ്ലീഹ വീണ്ടും ഒത്തിരിയൂടെ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ട് പറയുകയാണ്. ഞാൻ ആരെയും, അവിടെ ഇംഗ്ലീഷിലാണെങ്കിൽ ഐ ഐ ഐ ഡോണ്ട് ഇൻഷ്യൂർഡ് എനിവൺ, ഐ ഡോണ്ട് കറപ്റ്റഡ് എനിവൺ, ഐ ഡോണ്ട് ഡിസീവ് എനിവൺ എന്ന് പറയുമ്പം, ഈ പൗലോസ്ലീഹയെ പറ്റി ഉള്ള ഒരു ആരോപണം, അത് കറപ്റ്റഡ് എന്ന് പറയുമ്പം ഈ പൗലോസ്ലീഹ ഉപദേശിച്ച് മനുഷ്യരെ കറപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണമാണ്. വഞ്ചിച്ചെടുത്തില്ല എന്ന് പറയുമ്പോൾ പൗലോസ്ലീഹ അത് വീണ്ടും 12-ാം അധ്യായത്തിലോട്ടൊക്കെ പറയുന്നുണ്ട്. ഈ കൊരിന്ത്യരോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് യെരൂശലേമിലെ സഭയ്ക്ക് വേണ്ടി പിരിവ് നടത്തണമെന്നുള്ളത്. പക്ഷെ പൗലോസ്ലീഹയുടെ എതിരാളികൾ അവിടെ പറഞ്ഞു പരത്തി ഈ പിരിവ് നടത്തുന്നത് മൂലം പൗലോസ്ലീഹായ്ക്ക് വ്യക്തിപരമായിട്ട് അത് പണം ഉപയോഗിക്കാനാണ് എന്ന് പൗലോസ്ലീഹയ്ക്കെതിരെ പറഞ്ഞു. അതുകൊണ്ടാണ് വി ഹാവ് ടേക്കൺ അഡ്വാൻറ്റേജ് ഓഫ് നോ വൺ എന്നാണ് ഇംഗ്ലീഷിൽ അത് പരിഭാഷപ്പെടുത്തുമ്പോൾ. അത് ഗ്രീക്ക് ഭാഷയിലേക്ക് വരുമ്പോഴും അങ്ങനെയാണ്. വി ഹാവ് ഇൻഷ്യൂർഡ് നോ വൺ, വി ഹാഡ് കറപ്റ്റഡ് നോ വൺ, വി ഹാവ് ടേക്കൺ അഡ്വാൻറ്റേജ് ഓഫ് നോ വൺ. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ ഇങ്ങനെയൊന്നും നിങ്ങളോട് ചെയ്തിട്ടില്ല. പക്ഷെ യു ഡു നോട്ട് തിങ്ക് ദാറ്റ് ഐ ആം കണ്ടംനിങ് യു എന്നാണ് പറയുന്നത്. ഐ ആം നോട്ട് സ്പീക്കിംഗ് ടു കണ്ടം യു. കുറ്റം വിധിപ്പാനല്ല ഞാനിത് പറയുന്നത്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഒരുമിച്ച് മരിക്കാനും ഒരുമിച്ച് ജീവിക്കാനും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. I am ready. I have already said that you are in our hearts, that we might die together and live together. സ്നേഹത്തിന്റെ പ്രദർശനത്തിന്റെ ആ ഒരു അഫിനിറ്റി, ഒരുമിച്ച് മരിക്കാനാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനാണെങ്കിൽ പൗലോസ് ആകുന്ന ഞാൻ കൊരിന്ത്യ സഭയുടെ കൂടെ ഉണ്ട് എന്ന് പറയുക. ആ അഫിനിറ്റി, അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഡർ നോക്കിയാൽ മതി. ഒരുമിച്ച് മരിക്കാനും ഒരുമിച്ച് ജീവിക്കാനും. നമ്മളൊക്കെ പറയുന്നത് ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും നിന്റെ കൂടെ ഞാനുണ്ട് എന്നല്ലേ നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ പൗലോസ്ലീഹ പറയുന്നത് മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച് നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. അത് ആ ഒരു ഓർഡർ തിരിച്ചു വന്നേക്കുന്നതിന്റെ കാരണം അതിനകത്ത് ഒരു തിയോളജിക്കൽ ആയിട്ടുള്ള സംഗതിയുണ്ട്. വാട്ട് മേക്ക് Paulos and Paul and Corinthians
ബി ഫ്രണ്ട്സ് എന്ന് ചോദിച്ചാൽ എന്താണ് പൗലോസിനെയും കൊരിന്ത്യക്കാരെയും തമ്മിൽ സ്നേഹിതരാക്കിയത്? അത് ക്രിസ്തുവിന്റെ മരണമാണ്, അല്ലെ? അന്നേരം പൗലോസ്ലീഹ തന്നെ നേരത്തെ പറയുന്നുണ്ട്, ആ ക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മളും പങ്കാളികളാണ്. അതിന് അങ്ങനെ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുന്നത് കൊണ്ട് നമ്മൾ എല്ലാവരും ജീവിക്കുന്നു. അതാണ് അവിടെ തിരിച്ചിടാനുള്ള കാരണം എന്ന് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് പറയുന്നത്. ഒരുമിച്ച് മരിക്കാനും ഒരുമിച്ച് ജീവിക്കാനും. ദാറ്റ് വി ആർ ഡൈഡ് all together in the death of Jesus Christ, and we are living in the life of Jesus Christ, and after the physical death in this world we will live until the resurrection. അതുകൊണ്ടാണ് ഒരുമിച്ച് മരിക്കാനും ഒരുമിച്ച് ജീവിക്കാനും എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു എസ്കറ്റോളജിക്കൽ മരണവും എസ്കറ്റോളജിക്കൽ ആയിട്ടുള്ള ജീവനെയും പറ്റിയും പൗലോസ്ലീഹ പറയുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നു എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ 1-2 പ്രാവശ്യം പൗലോസ്ലീഹ വീണ്ടും ഈ നിങ്ങൾ എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം വിശാലമാക്കണം, എന്റെ ഹൃദയം വിശാലമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് റിവോക്ക് ചെയ്യുന്നത് 2-ാം അധ്യായത്തിലേക്ക് 3-ാം അധ്യായത്തിലേക്ക് 3-ാം അധ്യായത്തിലേക്ക് ഇത് എല്ലാം പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് പൗലോസ്ലീഹ കൊരിന്ത്യരെ പറ്റി പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനമാണ്. ക്രിസ്തു പരിശുദ്ധാത്മാവ് കൊണ്ട് ഹൃദയ പലകകളിൽ എഴുതിയ ലേഖനമാണ് കൊരിന്ത്യക്കാർ എന്ന് പറയുന്നത്. അന്നേരം അത് വീണ്ടും ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത്. ഓൾറെഡി I told you എന്നാണ് പറയുക. I have already said that you are in our hearts that we might die together and live together. ആ ഓൾറെഡി കണക്ട് ചെയ്യുന്നത് 3-ാം അധ്യായവുമായിട്ടാണ്. 2:3 ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായി ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെയായിരുന്നു എന്ന് പറയുന്നത് അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ അത് എഴുതിയത്. കൽപ്പലകയിലല്ല, ഹൃദയങ്ങളിലെ മാംസപലകയിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അതാണ് വീണ്ടും പൗലോസ്ലീഹ അവിടെ കൊരിന്ത്യരെ ഓർപ്പിക്കുന്നത്. എന്നിട്ട് അത്രയും പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, once again I have spoken frankly to you. I have great confidence in you, and I filled with encouragement, and in all our affliction I am overflowing with joy. നിങ്ങളെ കുറിച്ച് എനിക്ക് വലിയ പ്രശംസയുണ്ട്. ഞാൻ നിങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ വളരെ ആശ്വാസമുണ്ട്, എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൗലോസ്ലീഹ അന്നേരം ആ ഒരു അഫെക്ഷൻ, കൊരിന്ത്യ സഭയോടുള്ള പൗലോസ്ലീഹയുടെ അഫെക്ഷൻ, അതിന്റെ ഡീപ്പ് ഹാർട്ടിൽ നിന്നുള്ള ആ ഒരു അഫെക്ഷൻ പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം പൗലോസ്ലീഹ അവസാനിപ്പിക്കുന്നത്. ഇനി സന്തോഷം, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സന്തോഷത്തെ പറ്റിയാണ് 7:5 മുതൽ 7:16 വരെ പറയുന്നത്. അവിടെ തീത്തോസ് തിരിച്ചു വരികയും പൗലോസ്ലീഹായെ കാണുകയും കൊരിന്ത്യയിലെ സഭയിലെ ജനങ്ങള് അനുതപിച്ചു എന്ന് പറയുകയും ചെയ്യുമ്പോൾ വീണ്ടും പൗലോസ്ലീഹ 7:4 പറയുന്നുണ്ട്, കുറച്ചു നേരത്തേക്ക് ദുഃഖിച്ചുവെങ്കിലും ഞാൻ ഇപ്പോൾ വളരെ സന്തോഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ടാണ് 7-ാം അധ്യായം അവസാനിക്കുന്നത്. 7:4 മുതൽ 16 വരെയുള്ള ഭാഗം നേരത്തെ നമ്മള് 2:13 പറഞ്ഞതിന് ശേഷം അന്ന് പറഞ്ഞതാണ്. തിരിച്ച് അവരുടെ മാനസാന്തരത്തെ പറ്റിയുള്ള വാർത്ത അവർക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ഈ 1-ാം കൊരിന്ത്യ ലേഖനത്തിന്റെ ആദ്യ 7 അധ്യായങ്ങളുടെ ഒരു പഠനം പൂർത്തിയാക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെ നമ്മുടെ അസൈൻമെന്റ് തീർന്നു. അച്ഛാ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ. 6-ാം അധ്യായത്തിന്റെ 16-ും 17-ലും അച്ഛൻ കുറച്ച് റെഫറൻസസ് പറഞ്ഞായിരുന്നു. അത് കിട്ടിയില്ല. ലേവ്യർ 26-ന്റെ 11 തൊട്ട് 12 വരെ. ഞാൻ പറയാം. 6-ാം അധ്യായം അത് നമ്മൾ ലേവ്യർ 26, 11, 12, എസെക്കിയേൽ പ്രവചനം 37, 27, യെശയ്യാ പ്രവചനം 52, 11,
എസെക്കിയേൽ 20:34, രണ്ട് ശമൂവേൽ 7:14. ഓക്കെ. യെശയ്യാവ് 43:6. 43:6. ഇതിനെല്ലാം കൂടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. പൗലോസ്ലീഹ ഓൾഡ് ടെസ്റ്റ്മെന്റ് കോപ്പി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോട്ട് ചെയ്യുമ്പോൾ പൗലോസ്ലീഹ കോട്ട് ചെയ്യുന്നത് സെപ്റ്റുജന്റിന്നാണ്. അതായത് ഹീബ്രു Yeah. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ ഗ്രീക്ക് പരിഭാഷയാണ് സെപ്റ്റുജന്റ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് അതിലെ ഭാഷയും നമ്മളുടെ മലയാളത്തിലെ പഴയ നിയമത്തിലെ ഭാഷയും തമ്മിൽ ചെറിയ വ്യത്യാസം വരും. കാരണം നമ്മുടെ പഴയ നിയമം എന്ന് പറയുന്നത് എബ്രായ ഭാഷയിൽ നിന്ന് നേരിട്ട് ഉള്ള പരിഭാഷയാണ്. എന്നാൽ സെപ്റ്റുജന്റിലെ ചില 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 പ്രത്യേക വാക്കുകൾക്കൊക്കെ ചില വ്യത്യാസം വരും. പക്ഷെ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം അവിടെ എല്ലാം പറയുന്നത് ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ ജനത്തോടൊപ്പം ജീവിക്കുന്ന, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ജനത്തോടൊപ്പം ജീവിക്കുന്ന ദൈവം എന്നൊക്കെയുള്ള ആശയം വരുന്ന വാക്യങ്ങൾ അതെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് പൗലോസ്ലീഹ അങ്ങനെ ഒരു 2 വാക്യമുള്ള ഒരു കൊട്ടേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. താങ്ക് യു അച്ഛാ. ഇനി ഞാൻ ഈ സെക്കൻഡ് കൊരിന്ത്യൻസ് പഠിച്ചപ്പോ നമ്മൾ ഫോളോ ചെയ്ത ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ഈ ഒരു സ്ട്രക്ചറാണ് എല്ലാ വേദപുസ്തക ഭാഗങ്ങള് പഠിക്കുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു അടിസ്ഥാന രീതി എന്ന് പറയുന്നത്. നമ്മളൊരു വേദപുസ്തക ഭാഗം എടുക്കുമ്പോൾ ആ വേദപുസ്തകത്തിന്റെ ഒരു പ്രീടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അത് ഏത് സാഹചര്യത്തിൽ എഴുതി, ആർക്ക് എഴുതി, ആരെഴുതി, എന്താണ് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ടെക്സ്റ്റ് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ടെക്സ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകള്, പ്രയോഗങ്ങള്, അതിന്റെ സ്ട്രക്ചർ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ അതുപോലെ പൗലോസ്ലീഹ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെ റിംഗ് സ്ട്രക്ചർ എന്ന് വളരെ ലളിതമായിട്ട് വിളിക്കാം. തുടങ്ങുന്ന ആശയം, അത് കഴിഞ്ഞ് തുടങ്ങുന്ന ഒരു ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞൊരു നീണ്ട ഒരു ബോഡി, അത് കഴിഞ്ഞ് അതിന്റെ ഒരു കൺക്ലൂഷൻ. ഈ കൺക്ലൂഷനും ഇൻട്രൊഡക്ഷനും തമ്മിൽ ഒരേപോലെ ഇരിക്കും. അതുകൊണ്ട് അതിനെ റിംഗ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. തുടങ്ങിയിടത്തേക്ക് തന്നെയാണ് അവസാനവും വരുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാല് 6:11 തുടങ്ങുന്നത് പോലെ 6:11 12 തുടങ്ങുന്ന അതേ കാര്യമാണ് 7:2 പറഞ്ഞിരിക്കുന്നത്. അല്ലയോ കൊരിന്ത്യരെ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കും. എന്നിട്ട് 7 പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരണം, നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തീർക്കുന്നത്. ഒരു റിംഗ് സ്ട്രക്ചർ. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ടെക്സ്റ്റ് മനസ്സിലാക്കും. ടെക്സ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. നമ്മുടെ ലൈഫ് സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ വേദപുസ്തക ഭാഗങ്ങൾ പഠിക്കേണ്ട ഒരു 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 ഫോർമാറ്റ് എന്ന് പറയും. അതും കൂടെ നമ്മൾ ഇത് ഇത്രയും വിശദമായിട്ട് പഠിച്ചതുപോലെ അങ്ങനെ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യാനും കൂടെ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. പിന്നെ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളെ ഏത് ലേഖനങ്ങളിലേക്കും ഇപ്പം ഈ 7 അധ്യായങ്ങളുടെ ഒരു സ്ട്രക്ചർ ഏത് ലേഖനത്തിലോട്ടും നമുക്ക് എടുത്ത് കോപ്പി ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫിലിപ്പിയ ലേഖനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആദ്യ ഭാഗത്ത് അതിന്റെ ഇൻട്രൊഡക്ഷൻ, അതിലെ പ്രാർത്ഥന, അതിന്റെ തുടക്കത്തിലുള്ള തീം വിവരിക്കുക. അത് കഴിഞ്ഞിട്ട് ബോഡി ഓഫ് ലെറ്ററിലേക്ക് കയറുന്നു. ബോഡി ഓഫ് ലെറ്റർ കയറി അവസാനത്തെ ഒരു അധ്യായം ആകുമ്പോൾ അവിടുന്ന് ഇറങ്ങാനായിട്ടുള്ള ശ്രമം, അതിന്റെ കൺക്ലൂഷൻ. ഇത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾക്ക് പൊതുവായിട്ടുള്ളതാണ്. ആ ഒരു സ്ട്രക്ചർ ഈ 1:7 സെക്കൻഡ് കൊരിന്ത്യൻസ് 1-7 പൗലോസ്ലീഹ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഈ രണ്ടാം കൊരിന്ത്യ ലേഖനം 1 മുതൽ 7 വരെയുള്ള അധ്യായം ഇറ്റ്സ് ലൈക്ക് എ ലെറ്റർ ഇൻസൈഡ് എ ലെറ്റർ. സെക്കൻഡ് കൊരിന്ത്യ ലേഖനത്തെ മുഴുവൻ ഒരു ലെറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ചെറിയ ലെറ്റർ പോലെയാണ് ഈ ആദ്യത്തെ 7 അധ്യായങ്ങൾ ഇരിക്കുന്നത്.
അതിന് തന്നെ ഒരു ലെറ്റർ സ്ട്രക്ചർ ഉണ്ട്. പറഞ്ഞു 8, 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞായിരുന്നു 8, 9 ഒരു പ്രത്യേക തീം വെച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ്. അത് ഈ യെരുശലേമിലേക്ക് നിങ്ങൾ ധനസമാഹരണം നടത്തി അയക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. 10, 11, 12, 13 വേറൊരു ഒരല്പം കൂടെ വ്യത്യസ്തമായ ഒരു ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, നമ്മൾ ഈ പറഞ്ഞ ഒരു കൈപ്പുള്ള ലേഖനത്തെ പറ്റി പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവര് ദുഃഖിപ്പിച്ച ലേഖനം, അതാണ് 10, 11, 12, 13 എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതല്ല ഇതിന്റെ പാർട്ടാണെന്ന് പറയുന്നവരുമുണ്ട്. സംഹൗ ഈ 2 കൊരിന്ത്യ ലേഖനം ലുക്ക് ലൈക്ക് എ കളക്ഷൻ ഓഫ് 3 ലെറ്റേഴ്സ്. ഫസ്റ്റ് കൊരിന്ത്യൻസിന് ആ ഒരു പ്രശ്നമില്ല, അതൊരൊറ്റ ബോഡിയാ, ഒറ്റ ലെറ്റർ ആയിട്ട്. മറ്റു പല ലെറ്ററുകളും ഒറ്റ ബോഡിയായിട്ട് ഒരൊറ്റ ലെറ്റർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ 2 കൊരിന്ത്യൻസിന് ഇങ്ങനെ ഒരു ഫ്രാഗ്മെന്റഡ് നേച്ചർ ഉണ്ടെന്നുള്ളതാണ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഈ കവർ ചെയ്ത്, അതിന്റെ തിയോളജിക്കൽ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് 1 to 7 ആണ്. അച്ഛൻ യൂസ് ചെയ്ത ബൈലിംഗ്വൽ ബൈബിളിന്റെ പേരൊന്ന് പറയാമോ? ഞാനൊരു ബൈബിളിനെ അല്ല ഫോളോ ചെയ്തത്. ഞാനൊരു ഇൻഡിപെൻഡന്റ് കമന്ററിയില് അത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള ഒരു എന്താ പറയുന്നത്, വളരെ ഏറ്റവും നിയറായിട്ട് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനെയാണ് ഞാൻ ഫോളോ ചെയ്തത്. ആ കമന്ററിയുടെ പേര് ഞാൻ വേണമെങ്കിൽ പറയാം. അതൊരു നല്ല കമന്ററിയാണ്. നിങ്ങൾ കൂടുതൽ റീഡ് ചെയ്യാൻ ഞാൻ ആ കമന്ററിയാണ് കൂടുതൽ ഈ ക്ലാസ്സിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തതും. 2 കൊരിന്ത്യൻസ് എ കമന്ററി, ഫ്രാങ്ക് ജെ മറ്റേറ എന്നുള്ളതാണ് ഓദറിന്റെ പേര്. മറ്റേറ. ഓക്കെ. അതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം എന്തെങ്കിലും അച്ഛനോട് ചോദിക്കണമെങ്കിൽ ഒരു ഇമെയിൽ ID അങ്ങനെ എന്തെങ്കിലും കോണ്ടാക്ട് ഇൻഫർമേഷൻ തരാൻ പറ്റുമോ? അതിന് കുഴപ്പമൊന്നുമില്ല. എന്റെ ഇമെയിൽ ID എന്റെ പേര് @gmail.com ആണ്. താങ്ക് യു അച്ഛാ. ഞാൻ ഇടയ്ക്ക് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത എന്റെ ഒരു ലെക്ചർ നോട്ട് ഉണ്ട്. ആ ലെക്ചർ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അയച്ചു തരാം. സിനിക്കോ അയച്ചാൽ മതി അച്ഛാ. സിനി അത് ഫോർവേഡ് ചെയ്തോളൂ, ഷെയർ ചെയ്യും. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നവർ ആ ലെക്ചർ നോട്ട് കൂടെ വെച്ചുകൊണ്ട് കേൾക്കുകയോ, അല്ലെങ്കിൽ ആ ലെക്ചർ നോട്ട് കേട്ടിട്ട്, അതൊരു റോ ആയിട്ടുള്ള നോട്ടാണ്. ഞാൻ ഈ ലെക്ചർ നോട്ട് എഴുതുന്ന പോലെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അത് കേട്ടിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ വിട്ടുപോയ കാര്യങ്ങൾ അതിനകത്ത് കണ്ടേക്കാം. അത് ഞാൻ ഫോർവേഡ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു അച്ഛാ. ഓക്കെ. Anybody else has any questions? Please ask at this time. ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 2 കൊരിന്ത്യൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ക്രിസ്ത്യൻ മിനിസ്റ്റർ ആൻഡ് ബിലീവേഴ്സ് എന്നുള്ള ഒരു സംഗതി, ആ ഒരു തീം വെച്ചുകൊണ്ട് നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം വായിച്ചപ്പോ അഫിനിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, പൗലോസ്ലീഹ എന്തുമാത്രം കൊരിന്ത്യ സഭയെ സ്നേഹിച്ചു എന്നും അവരുടെ മുമ്പിൽ എന്തുമാത്രം സിൻസിയർ ആയിട്ട് തന്റെ ഭാഗം പറയാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത്, ഇതെപ്പോഴും ക്രിസ്ത്യൻ മിനിസ്ട്രിക്ക് ഒരു ലെസണാണ്. അതായി 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 to 7 മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയും. പിന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനതൊന്ന് സമ്മപ്പ് ചെയ്തതാണ്. പ്രധാനപ്പെട്ട 3 തിയോളജിക്കൽ തോട്ട്സ് അവിടെ കിടപ്പുണ്ട്. ഒന്ന്, ന്യൂ മിനിസ്ട്രി, അല്ലെങ്കിൽ ന്യൂ കവണന്റ് മിനിസ്ട്രി ഇൻ കമ്പാരിസൺ വിത്ത് മോസസ്. സെക്കൻഡ്, അവിടെ അത് എൻഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞുകൊണ്ടാണ് എൻഡ് ചെയ്യുന്നത്. ആ ട്രാൻസ്ഫോർമേഷനെ പറ്റിയാണ് 4ലും 5ലും പറയുന്നത്. ആ ട്രാൻസ്ഫോർമേഷൻ ജീവിച്ചിരിക്കുമ്പോൾ ത്രൂ ദ സഫറിങ്സ്, ദെൻ മരണത്തിന് ശേഷം ടു അക്വയർ ദ പെർമനന്റ് അബോർഡ്, കൂടാരമാകുന്ന ഭൗമഫലം അഴിഞ്ഞുപോയ അതിൽ മറ്റൊന്ന് കിട്ടും എന്നുള്ളത്.
മൂന്നാമത് പറഞ്ഞതാണ് ഈ ക്രൈസ്റ്റ് ഡൈഡ് ഫോർ us to be reconciled, so that we have to be reconciled with God. നമ്മൾ ദൈവവുമായിട്ട് നിരപ്പാകാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തുവിന്റെ മരണം സാധ്യമായത്. അതുകൊണ്ട് നമ്മൾ പരസ്പരം നിരപ്പാകണം എന്നുള്ളത് അതാണ് അതിന്റെ നട്ഷൽ. Okay, Acha, thank you. ഓക്കെ